വടക്കൻ അമേരിക്കയിൽ അതികഠിനമായ മഞ്ഞുവീഴ്ച. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം മഞ്ഞുവീഴ്ചയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടനിലും ജർമ്മനിയിലും കടുത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഗതാഗതം താറുമാറാകുകയും നൂറുകണക്കിന് വിമാന സർവീസുകൾ നിർത്തലാക്കുകയും ചെയ്തു. മഞ്ഞ് നീക്കം ചെയ്യാൻ എയർപോർട്ട് ജീവനക്കാർ പരമാവധി ശ്രമിച്ചിട്ടും സാധ്യമായില്ല. നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് യാത്ര തുടരുന്നതിനായി മറ്റു മാർഗങ്ങൾ തേടാൻ യാത്രക്കാർ നിർബന്ധിതരായി. മാഞ്ചസ്റ്റർ, ലിവർപൂളിനും ബർമിംഗ്ഹാം എയർപോർട്ടിനും ശേഷം യുകെയിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം യുഎസിൽ കടുത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈസ്റ്റ് കോസ്റ്റിലെ ചില പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ റെക്കോർഡ് മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. ഏകദേശം 70 ദശലക്ഷം ആളുകളാണ് കാലാവസ്ഥാ ജാഗ്രതയിലുള്ളത്. തിങ്കളാഴ്ച രാവിലെ മുതൽ വാഷിംഗ്ടൺ ഡിസിയിലെ ഫെഡറൽ സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടച്ചിടുകയാണ്. അയർലൻഡിലും ബ്രിട്ടനിലും ജർമ്മനിയിലും യഥാർത്ഥത്തിൽ ഏറ്റവും ചൂടേറിയ വർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ധാരാളം മഞ്ഞുവീഴ്ചയാണ് അവിടെ കാണപ്പെടുന്നതും. അതിനാൽ ആളുകൾ ഈ അപകടകരമായ കാലാവസ്ഥയിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. നെഗറ്റീവ് ആർട്ടിക് ആന്തോളനമെന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആർട്ടിക് മേഖലയിലെ അന്തരീക്ഷമർദ്ദത്തെയും രക്തചംക്രമണത്തെയും ബാധിക്കുന്ന ഒരു കാലാവസ്ഥാ മാതൃകയാണ് ആർട്ടിക് ആന്തോളനം. ആർട്ടിക്കിന് മുകളിലുള്ള അന്തരീക്ഷമർദ്ദം സാധാരണയേക്കാൾ ഉയർന്നതും മധ്യ അക്ഷാംശങ്ങളിലെ സമ്മർദ്ദം സാധാരണയേക്കാൾ കുറവാകുമ്പോഴാണ് നെഗറ്റീവ് ആർട്ടിക് ആന്തോളനം സംഭവിക്കുക. കാലാവസ്ഥാ വ്യതിയാനം ആർട്ടിക് ആന്തോളനത്തെ സ്വാധീനിച്ചേക്കാമെന്നും പതിവിന് വിപരീതമായി പ്രതികൂല ആർട്ടിക് ആന്തോളന സംഭവങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ യൂറോപ്പിൽ മഞ്ഞുകൊടുങ്കാറ്റ് വീശുകയാണ്. വടക്കൻ അർദ്ധഗോളത്തിലുടനീളമുള്ള മഴ, താപനില, കൊടുങ്കാറ്റ് എന്നിവയുൾപ്പെടെയുള്ള കാലാവസ്ഥാ പാറ്റേണുകളെ നെഗറ്റീവ് ആർട്ടിക് ആന്തോളനം സ്വാധീനിക്കും. യുഎസിലെ കെന്റക്കി, വിർജീനിയ, വെസ്റ്റ് വിർജീനിയ, കൻസസ്, അർക്കൻസസ്, മിസോറി എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.